നമുക്ക് അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ ചിന്തിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രാഹാബിന്റെ ജീവിതത്തിലെ ക്രിസ്തുശാസ്ത്രമാണ്, ദ ക്രിസ്റ്റോളജി ഓഫ് രാഹാബ്. നമുക്ക് വായിക്കാം ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഒരാളെ ശബ്ദം ഉയർത്തി വായിക്കും. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒഴിഞ്ഞു നോക്കേണ്ടതിന് ഷിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. ഞങ്ങൾ പോയി ദേശവും എരിഹോ പട്ടണവും നിങ്ങൾ പോയി ദേശവും എരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്ന് പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ അവിടെ വന്നിരിക്കുന്നുവെന്ന് എരിഹോ രാജാവിന് അറിവ് കിട്ടി. എരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ ഇറക്കി തരിക, അവർ ദേശമൊക്കെ ഒറ്റു നോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു. ആ സ്ത്രീ അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട്, അവർ എന്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടുത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽക്കൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുകയും എന്നാൽ അവരെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവരെ വീട്ടിൽ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചു. ആ ആളുകൾ യോർദാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ അവരെ തിരഞ്ഞു ചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടച്ചു. ഇവിടെ നാം കാണുന്നു രാഹാബ് എന്ന വേശ്യ. രാഹാബിനെ പറ്റി മറ്റൊരു കാര്യം ചരിത്രം പറയുന്നതെന്ന് വെച്ചാൽ, യെരിക്കോ പട്ടണത്തിന്റെ നടുഭാഗത്ത് രാഹാബിന് ഒരു ലോഡ്ജ് ഉണ്ടാകും. രാഹാബ് ഒരു ലോഡ്ജിങ് വുമണായിരുന്നു. എന്ന് വെച്ചാൽ അതുവഴി യാത്ര ചെയ്യുന്നവൻ ഈ ലോഡ്ജിൽ വന്ന് താമസിച്ചിട്ട് പോകും. അപ്പൊ രാഹാബ് ഒരു ലോഡ്ജിങ് വുമണായിരുന്നു. അതിനോടൊപ്പം നാം വായിച്ചതുപോലെ ഒരു വേശ്യയുമായിരുന്നു. അപ്പം ഇവിടെ നാം കാണുന്നു രാഹാബ് വലിയൊരു റിസ്ക് എടുക്കുക. റിസ്ക് എന്തുവാ? ആ ദേശത്തെ സ്പൈ ചെയ്യാൻ വന്ന, ദേശത്തെ ഉറ്റുനോക്കാൻ വന്ന 2 പേര് രാഹാബ് തന്റെ ഭവനത്തില് ഒളിപ്പിച്ചു വെക്കുക. രാഹാബ് ഇത് ചെയ്യുന്നത് വലിയൊരു റിസ്ക് എടുത്തോണ്ടാണ്. നമുക്ക് എന്നിട്ട് രാജാവ് അവിടെ ആളെ അയക്കുന്നു. രാഹാബിനോട് ആള് ചോദിക്കുന്നു, ഇവിടെ ഇങ്ങനെ ആളുകൾ വന്ന് താമസിച്ചിട്ടുണ്ടോ? എന്നിട്ട് രാഹാബ് പറയുന്നുണ്ട്, അയ്യോ ഇവിടെ ഇല്ല, അവർ തിരിച്ചു പോയെന്നാ എനിക്ക് തോന്നുന്നു. അവിടെ രാഹാബ് എടുക്കുന്ന വലിയൊരു റിസ്ക്കാ, ഭയങ്കര വലിയൊരു റിസ്ക്കാ രാഹാബ് അവിടെ എടുക്കുന്നത്. രാഹാബ് റിസ്ക് എടുത്തത് ഒരു പ്രവചന ശബ്ദം കേട്ടതുകൊണ്ടല്ല. രാഹാബ് റിസ്ക് എടുക്കുന്നത് ദൂതനെ കണ്ടതുകൊണ്ടല്ല. രാഹാബ് റിസ്ക് എടുക്കുന്നത് ഒരു ദർശനം കണ്ടതുകൊണ്ടല്ല. രാഹാബ് റിസ്ക് എടുക്കുന്ന ഒരൊറ്റ കേട്ടുകേൾവിയുടെ പേരില്ല. ആ കേട്ടുകേൾവി എന്തുവാ? 2-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമ്മൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോരി രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത്. അപ്പം രാഹാബ് ഒരു കേട്ടുകേൾവിയുടെ പേരിൽ റിസ്ക് എടുക്കുന്നത്. കേട്ടുകേൾവി എന്തുവാ? നിങ്ങളുടെ ദൈവം ചെങ്കടലിനെ വറ്റിച്ചു. നിങ്ങളുടെ ദൈവം വലിയ യുദ്ധങ്ങൾ ജയിക്കാനായിട്ട് സഹായിച്ചു. ഈ ഒറ്റ കേട്ടുകേൾവിയുടെ പേരിൽ ഇത്ര വലിയൊരു അപകടകരമായ ഒരു റിസ്ക് രാഹാബ് എടുക്കുന്നത്. നമ്മൾ വിശ്വാസത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എളുപ്പമല്ല, അതിനോടൊപ്പം ഒരു റിസ്ക് ഉണ്ട്. വിശ്വാസം എളുപ്പമായ കാര്യമല്ല, അതിനോടൊപ്പം ഒരു അപകടം സാധ്യതയുണ്ട്. അപകടമല്ല, അപകട സാധ്യതയുണ്ട്. എന്നാൽ ഈ അപകട സാധ്യത ഉള്ളപ്പോൾ തന്നെ ദൈവം രാഹാബിന്റെ അകത്ത് ഒരു വിശ്വാസം നൽകിക്കൊടുത്തു. ആ കേട്ട കേൾവിയിൽ വിശ്വസിക്കാനായിട്ട് രാഹാബിന് ദൈവം ഒരു വിശ്വാസം നൽകിക്കൊടുത്തു. ആ വിശ്വാസത്തിന്റെ പേരിൽ രാഹാബ് അത്ര വലിയൊരു റിസ്ക് എടുക്കുന്ന. അപ്പം രാഹാബ് വിശ്വസിച്ചതല്ല, രാഹാബിനെ തേടിപ്പോയ ദൈവത്തിന്റെ ഒരു സ്നേഹമുണ്ട്. നാം ആരും വിശ്വസിച്ചതല്ല, നമ്മെ തേടി വന്നൊരു ദൈവസ്നേഹമുണ്ട്. അല്ലെങ്കിൽ വിശ്വാസം അപകടകരമാണ്. വിശ്വാസം
റിസ്കിയാണ്. വിശ്വസിക്കാൻ ശ്രമിച്ചാൽ രാഹാബിന് ചിന്തിക്കായിരുന്നു, ഞാനിത് ചെയ്യുന്നത് അപകടമാകുമോ, എന്നെ ആളുകൾ പിടിക്കുമോ, അങ്ങനെ ഒരു ഒത്തിരി ചോദ്യങ്ങൾ രാഹാബിന് മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ മറുവശത്ത് അവൾ വിശ്വസിച്ചു. അവൻ വിശ്വാസത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം എന്നെ കേൾക്കുന്നതിൽ ചിലര് ഭവനത്തിൽ പോലും പ്രയാസകരമായ അവസ്ഥ ഉള്ളവരുണ്ടാകാം. ഒരു റിസ്ക് എടുത്തായിരിക്കാം ഇന്ന് ഈ കൂട്ടായ്മ വന്നിരിക്കുന്നത്. പക്ഷെ ഈ റിസ്ക് ദൈവനാമത്തിനുള്ളത്. അപ്പൊ രാഹാബോട് ഒരു റിസ്ക് എടുക്കുന്നു. എന്നിട്ട് നമുക്ക് 2:12 മുതൽ 14 വരെ പഠിക്കും. ഞാൻ നിങ്ങളോട് ദയ ചെയ്തുകൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോട് രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. അവർ അവളോട് തങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വച്ചു കൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ ഈ ദേശം നമുക്ക് തരുമ്പോൾ നമ്മൾ നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കും. ഇതാ ഈ ദേശത്തെ ചുറ്റി നോക്കാൻ വന്ന 2 പേര് പറഞ്ഞൊരു വാഗ്ദത്തം. അപ്പൊ ഈ വാഗ്ദത്തം കേട്ട നിമിഷം തൊട്ട് എന്തോ നടക്കുന്നതെന്ന് വെച്ചാൽ രാഹാബ് തന്റെ കുടുംബക്കാരെ എല്ലാം വിളിച്ചു വരുത്തി അവരോട് ഈ നടന്ന അത്ഭുതകരമായ ഈ കാര്യം പങ്കുവെക്കുക. ഞാനിങ്ങനെ ഇവിടെ ഈ ലോഡ്ജിലായിരിക്കുമ്പോൾ 2 പേര് ഇത് ഉറ്റുനോക്കാൻ വന്നു. എന്നിട്ട് അവരെന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവർ പട്ടണം നശിപ്പിക്കാൻ പോവാണ്, പക്ഷെ നമ്മുടെ കുടുംബത്തെ മാത്രം സൂക്ഷിക്കും. നമുക്കപ്പൊ ഈ മുറിക്കകത്ത് ഈ വീടിനകത്ത് തന്നെ ആയിരിക്കാം എന്ന് തന്റെ കുടുംബക്കാരോട് പങ്കുവെക്കുകയാണ്. അതിനുശേഷം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം കാണുന്നത് ജോഷുവയും കൂട്ടരും 7-ാം ദിവസം അവർ അധികാലത്ത് അരുണോദയത്തിൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്ന് മാത്രം അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യഹോവ യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ ആർപ്പിടുവിൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളുടെ കൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ. രാഹാബ് എന്ന വേശ്യ നമ്മൾ അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളുടെ കൂടെ ഉള്ളവരും ജീവനോടിരിക്കട്ടെ. ഇതേത് അധ്യായത്തിൽ നമ്മൾ വായിച്ച 6-ാം അധ്യായത്തിൽ. 2-ാം അധ്യായത്തിലാണ് വാഗ്ദത്തം കിട്ടുന്നത്. 3, 4, 5-ാം അധ്യായത്തില് ഒന്നും നടക്കുന്നില്ല. അന്നേരം രാഹാബിന്റെ കുടുംബവും വീട്ടിനകത്ത് ഒളിവില് താമസിക്കുക. വാഗ്ദത്തത്തിന് ഒരു താമസം ഉണ്ടെങ്കിൽ പോലും അതിൽ വിശ്വസിക്കാനായിട്ട് ദൈവം അവർക്കൊരു വിശ്വാസം കൊടുത്തു. നമുക്ക് കിട്ടുന്ന വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചിരുന്ന് നമുക്ക് ദൂതന്മാര് തരുന്ന വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചിരിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. എത്ര ദിവസം രാഹാബ് കാത്തിരുന്നു? 16 ദിവസം. 10-ാം ദിവസത്തിന് ശേഷം അവിടെ ജോഷുവയും കൂട്ടരും പട്ടണത്തിലേക്ക് വരുന്നത് പോലും 16 ദിവസങ്ങൾ രാഹാബ് അവിടെ കാത്തു നിന്നത്. അപ്പം രാഹാബ് തന്റെ കുടുംബത്തോട് പറഞ്ഞു, നമുക്കൊരു വാഗ്ദത്തം ഉണ്ട്. എന്നാൽ അവർ ആ വാഗ്ദത്തെ മുറുകെ പിടിച്ചു. ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തത്തെ മുറുകെ പിടിക്കണം. ആമേൻ. എന്നിട്ട് 6-ന്റെ 25-ാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ ജോഷുവ രാഹാബ് എന്ന വൈശ്യയെയും കുടുംബക്കാരെയും യെരിഹോവിനെ ഒറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോട് രക്ഷിച്ചു. അവൾ ഇന്ന് വരെയും ഇസ്രായേലിൽ പാർക്കുന്നു. ജോഷുവ തന്നെയും തന്റെ കുടുംബക്കാരെയും ജീവനോടെ ശേഷിപ്പിച്ചു. ഇവിടെ രാഹാബ് ശേഷിച്ചു. ആ പട്ടണം മുഴുവൻ നശിച്ചപ്പോഴും ശേഷിച്ചൊരു രാഹാബുണ്ട്. അവൻ രാഹാബ് അവിടെ ശേഷിച്ചത് തന്റെ ധാർമ്മിക മാർഗത്താലല്ല. രാഹാബ് അവിടെ ശേഷിച്ചത് താൻ യഹൂദനായത് കൊണ്ടല്ല. രാഹാബ് അവിടെ ശേഷിച്ചത് ഏതൊക്കെ കൽപ്പനകൾ അനുസരിച്ചത് കൊണ്ടല്ല, പക്ഷെ ദൈവത്തിന്റെ ശുദ്ധ കൃപയാണ്. ആമേൻ. നാം ഇവിടെ അഴിക്കുന്നത് നാം എന്തോ വലിയ പ്രവൃത്തി ചെയ്തത് കൊണ്ടല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നാം ഇവിടെ അഴിക്കുന്നത് പാപികളും ദോഷികളുമായിരുന്ന നാരവർഗത്തെ ദൈവം സ്നേഹിച്ച് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ. വിശ്വാസത്താൽ മാത്രമാണ് രാഹാബിനെ ദൈവം രക്ഷിച്ചത്. ഹല്ലേലൂയ. വിശ്വാസം വരുന്നത് എങ്ങനെ?
കേൾവിയാൽ, വചനത്തിന്റെ കേൾവിയാൽ, സന്ദേശത്തിന്റെ കേൾവിയാൽ, ദൂതിന്റെ കേൾവിയാൽ. റാഹാബ് ഒരു ദൂത് കേട്ടു. ഇവരുടെ ദൈവം ചെങ്കടലിനെ വറ്റിച്ചു, ഇവരുടെ ദൈവം യുദ്ധങ്ങളെ ജയിക്കുവാനായി സഹായിച്ചു. ആ കേൾവിയിൽ വിശ്വാസം അർപ്പിക്കാൻ റാഹാബിന് സാധിച്ചു. നമ്മളിവിടെ ആഴ്ചകൾ തോറും കേൾക്കുന്ന സന്ദേശങ്ങളിൽ വിശ്വാസം അർപ്പിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് റാഹാബ് അടയാളമായിട്ട് വെക്കുന്ന ഒരു ചുവന്ന ചരടുണ്ട്. 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ, നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയും പിതൃഭവനക്കാരെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്ത സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. ആരെങ്കിലും വീട്ടുവാതിൽ പുറത്തിറങ്ങിയാൽ അവന്റെ രക്തം അവന്റെ തലമേലിരിക്കും. ഞങ്ങൾ കുറ്റമില്ലാത്തവരാകും. നിന്നോടുകൂടെ വീട്ടിലിരിക്കുമ്പോൾ വല്ലവനും അവന്റെ മേൽ കൈവച്ചാൽ അവന്റെ രക്തം ഞങ്ങളുടെ മേലിരിക്കും. ചുവന്ന ചരടിന്റെ കാര്യം, ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കി വിട്ട ഈ കിളിവാതിൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും. ആ കിളിവാതിക്കൽ എന്ത് വേണം? ആ ചുവപ്പ് ചരട് കെട്ടണം. ഈ ചുവപ്പ് ചരട് കാണിക്കുന്ന നമ്മുടെ യേശുവിന്റെ രക്തത്തെയാണ്. നമ്മുടെ രക്ഷിതാവിന്റെ പുണ്യാക രക്തത്തെയാണ് ആ ചുവപ്പ് ചരട് കാണിക്കുന്നത്. നമുക്കറിയാം, പാസ് ഓവർ ഡേയില് പെസഹയുടെ സമയത്ത് കട്ടലമേലും കുടുംബരമേലും ആ പുണ്യാക രക്തമുള്ള വീടുകളെ സംഹാരദൂതൻ തൊടാതെ പോയി. അതുപോലെ യേശുവിന്റെ രക്തം ഉണ്ടായിരുന്ന ആ ജനലിലെ ഭവനത്തെ ദൈവം വിടുവിച്ചു. അവൻ യേശുവിന്റെ രക്തത്തെ അത് കാണിക്കുന്നത്. എന്നിട്ട് രാഹാബ് വിശ്വസിച്ചു. വിശ്വാസത്തിനൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു. അവൻ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. അപകടകരമാണെങ്കിലും അതിനൊരു പ്രവൃത്തിയുണ്ട്. രാഹാബിനെ പോലൊരു വൈശ്യ, രാഹാബിനെ പോലൊരു വേശ്യ, രാഹാബിനെ പോലെ ഒരു ജാതീയ സ്ത്രീനെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. നിങ്ങളുടെ ജാതിയോ കുലമോ ഒന്നും വിഷയമല്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വിഷയമല്ല. ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആ വീടിനെ ഐഡന്റിഫൈ ചെയ്യാൻ ആകെ ഉണ്ടായിരുന്ന ചുവട് ചരട. ആ കർത്താവിലേക്കുള്ള മാർഗം യേശുവിന്റെ രക്തം പറഞ്ഞു. രാഹാബ് എന്ന വൈശ്യ ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെങ്കിൽ ഇത്ര വലിയൊരു പാപിയെ, ഇത്ര വലിയ ശാപത്തിന് കീഴായിരുന്ന രാഹാബിനെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെങ്കിൽ ആ പുണ്യാക രക്തത്തിന് നമ്മുടെ ശാപങ്ങളെ വിടുവിക്കാനായിട്ട് കഴിയും. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾ വിടുവിക്കാൻ കഴിയും. രാഹാബ് അവിടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ റാഹാബിനെ പറ്റി പരാമർശിക്കുമ്പോൾ പറയുന്നു, റാഹാബ് എന്ന വേശ്യ. എബ്രായർ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ റാഹാബിനെ പറ്റി പറയുന്നുണ്ട്, റാഹാബ് എന്ന വേശ്യ. വചനം പിന്നെ റാഹാബിനെ പറ്റി പറയുന്ന ഒരു വാക്കുണ്ട്, റാഹാബ് എന്ന വേശ്യ. വചനം നമ്മളെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരു വേശ്യ എന്ന നിലയിൽ റാഹാബ് ഒത്തിരി തെറ്റ് തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തിട്ടുണ്ടാവും. എന്നാൽ ഇത്രയും തെറ്റ് തീരുമാനങ്ങൾ എടുത്ത റാഹാബിന്റെ ജീവിതത്തിൽ ഒരു ശരിയായ തീരുമാനം തന്നെ ജീവിതത്തെ മാറ്റി മറിച്ചു. അതാണ് ആ കർത്താവിൽ അർപ്പിച്ച വിശ്വാസം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര തെറ്റ് തീരുമാനങ്ങൾ എടുത്ത ആളാണെങ്കിൽ പോലും ആ കർത്താവിന് വിശ്വാസം അർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പുണ്യാക രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ പുണ്യാക രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഏത് വലിയ ശാപത്തെയും നമുക്ക് ആ ക്രൂശിൽ കൈമാറും. ഏത് വലിയ ശാപത്തെ തന്റെ അനുഗ്രഹത്താൽ നമുക്ക് കൈമാറും. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ, രോഗങ്ങളെ, ശാപങ്ങളെ എല്ലാം വഹിച്ച ഒരു ക്രൂശുണ്ട്. ഹല്ലേലൂയ. ആ ക്രൂശിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കും. Praise the Lord.